ആയിരത്തിന് പുറത്ത് മക്കളുള്ള സ്കൂളാണ് നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു പുസ്തകങ്ങളുടെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടം നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിന് പ്രധാനമായി നമ്മളൊരു പങ്കില് നമ്മൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുക. നമ്മുടെ കുട്ടിക്കാലം നമ്മൾ വളർന്നതല്ലേ, നമ്മുടെ അച്ഛനമ്മയും മുത്തശ്ശിയൊക്കെ നമ്മളെ വളർത്തതല്ലേ, എന്തെല്ലാം ഗുണപാഠങ്ങൾ തന്നാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചത്. ആ ഗുണപാഠങ്ങൾ നന്നായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ നമ്മൾ കേടുപാടില്ലാതെ ഇന്ന് നമ്മുടെ കുടുംബം നയിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേ മൂല്യം തന്നെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ നമ്മുടെ മക്കളെ വളർത്തുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ മക്കൾ നല്ല സ്വഭാവ രൂപീകരണത്തിലായിരിക്കും പക്ഷേ നമ്മൾ വളർത്തുന്നത്. അവരുടെ സാഹചര്യം, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ഓരോ വഴികൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട കുട്ടി ഇന്ന് മണ്ണിനടിയാണ്. ആ നിയമം അവനെ കൊല്ലുന്നവരെ അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ നിയമം വരുന്നത്. അവന്റെ ആ മറ്റു കുട്ടിയുടെ അതേ ജീവന് വലിയ പ്രാധാന്യമുള്ള കുട്ടികളാണ് ഇന്ന് പോലീസ് പ്രൊട്ടക്ഷനോടുമാണ് പരീക്ഷ എഴുതുന്നത്. ഇത് നമ്മുടെ മക്കളായാലോ, നമ്മുടെ മകനായാലോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ മോൾക്കോ ഈ ഒരു കാലാവസ്ഥ ഉണ്ടായാൽ നമുക്ക് കാണാൻ കഴിയും. അത് അധ്യാപകരുടെ കുറ്റമാണോ അത് സംഭവിച്ചത്? ഇത് രക്ഷിതാക്കളുടെ ഒരു പങ്കതിനകത്ത് നമ്മുടെ എന്റെ കുട്ടിക്കാലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛനമ്മയും അധ്യാപകരായിരുന്നു. ചോദിക്കുന്നത് ധാരാളം സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേന തീർന്നു പോയി പറഞ്ഞാൽ അത് എങ്ങനെ തീർന്നു, എനിക്ക് നോട്ടുകൾ എടുത്തോണ്ട് വരിക നോക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പേന വാങ്ങി തരുള്ളൂ. അപ്പൊ അത്രയും സൂക്ഷ്മതയോടെ ആയിരിക്കും ഞാൻ ആ പേന അല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ എറേസർ സൂക്ഷിക്കുന്നത്. ഒരു 200 പേജ് നോട്ടുകൾ മേടിച്ചു തന്നാൽ അത് 180 പേജ് ഉണ്ടാവും. ആ പേജിന് ഒരു പേജ് ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് 2 ദിവസം നോട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ അത്രയും ഒരു കുട്ടി നമുക്ക് ഒരുപാട് സാമഗ്രികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലാണ്ടായിരിക്കാം. നമ്മുടെ കുട്ടി എന്ത് ആവശ്യപ്പെടുന്നോ അത് അപ്പോഴേ അവർ കൊടുക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അതവർ ഉപയോഗിക്കുന്നുണ്ടോ, അവൻ നശിപ്പിച്ച് കളയുന്നുണ്ടോ? ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ തന്നെയും അവന് ആവശ്യം കൊടുക്കുക. വിശപ്പോടെ മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ കുട്ടി നിറയ്ക്കുമ്പോൾ ആ വിശപ്പിന്റെ ആ ഒരു അറിവ് അത് ഉൾക്കൊള്ളാനാണ് കഴിക്കാതെ പോകുന്നത്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും, അച്ഛൻ എന്ന പദത്തിലും അമ്മ എന്ന പദത്തിലും അത് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമാണ് രാവിലത്തെ ഭക്ഷണം. ശരിക്കും കുട്ടികൾ സമയമില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് പോകുന്നില്ല. നമ്മൾ അമ്മമാരെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. രാവിലെ കുട്ടികൾ ബാഗിൽ കുട്ടികളെല്ലാം അടിച്ച് പറക്കി വെക്കുന്നുണ്ട് അല്ലേ, കുളിച്ചെങ്കിൽ പോകാനായിട്ട് വരികയാണ്. ഈ ബാഗുകൾ എത്ര അമ്മമാർ പരിശോധിക്കുന്നുണ്ട്? കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്ന അമ്മമാരെന്ന് കൈപൊക്കി കുറച്ച് പേരെങ്കിലും ഇതില് രക്ഷിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയല്ല, എല്ലാ അമ്മമാരുടെ കൈകളും പോകണം. ഈ ഒരു അവസരത്തിൽ വന്നാൽ നമ്മൾ രാവിലെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. വേറൊന്നുകൊണ്ടല്ല, ചെറിയ കുട്ടികളായാൽ പോലും മുതിർന്ന കുട്ടികൾ നല്ല ഏത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും ബാഗുകളിൽ. അതിലെന്തെങ്കിലും സ്മെല്ലുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം ആ ബാഗിനകത്ത്. വൈകിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ബാഗ് പരിശോധിക്കേണ്ടതുണ്ട്. വൈകിട്ട് ആരെങ്കിലും പരിശോധിക്കുന്നില്ല ബാഗ്, അപ്പോൾ അവിടെ 2-3 കൈ പോയി, ബാക്കി ആരെയും കൈ പോയില്ല. കൃത്യമായിട്ട് വൈകിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ആ സമയത്ത് ആ ബാഗ് പരിശോധിക്കണമെന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ടല്ല, കുട്ടികളുടെ ബാഗിൽ പല സാധനങ്ങളും വരുന്നുണ്ട് വീടുകളിൽ, കുട്ടികൾ പോലും അറിയാതെ. അപ്പോൾ ഈ എല്ലാവരും രാവിലെയും വൈകിട്ടും കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. കൃത്യമായിട്ട് നിങ്ങളത് നോക്കിയിരിക്കണം. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുന്നില്ല അല്ലേ? അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. അതിനുശേഷമായിട്ട് സ്കൂളിലേക്ക് വിടേണ്ടത്. അപ്പോൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യം നമ്മളാണ് ഇതിനെ നോക്കുന്ന മക്കളെ അല്ലേ? കുട്ടികളുടെ കൂട്ടുകാരി ആരാണ്? ഒരു വീട്ടിലെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരിയുണ്ട്, അതാരാണ്? കുറച്ച് പറയാമോ? അമ്മയാണെന്ന് ധൈര്യമായി പറയാനല്ലേ? എല്ലാവരും കഴിഞ്ഞു. കുറച്ച് നല്ല എല്ലാവരും ഉണ്ട്.
പ്രശ്നം തുടങ്ങുന്നത് ആ കുട്ടിയുടെ വീട്ടിലെ അമ്മയുടെ അടുത്ത്, അതായത് അച്ഛനിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കുട്ടിയുടെ സ്വഭാവം, ഇത് എല്ലാവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടാവും. കാരണം കുട്ടികൾ അഡോളസെന്റ് രീതിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറിയിട്ടുണ്ടാവും. നമ്മൾ കുറേ പാരൻസ് ഒക്കെ വിളിച്ച് പറയാറുണ്ട്, ഈ നാട് ഇല്ലാത്തതുകൊണ്ട് ദേഷ്യപ്പെടല്, അല്ലെങ്കിൽ അവർ ഒഴിവ് പറയുന്നുണ്ട്, അസുഖം പറയുകയാണ്, എന്നെല്ലാം പല പാരൻസ് വിളിച്ച് പറയുന്നുണ്ട്. അഡോളസെന്റ് രീതിയിലേക്ക് കടന്ന ഒരു വ്യത്യാസം കുട്ടികളിൽ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ നമ്മളെല്ലാവരും പേടിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? നമ്മള് പത്രം തുറക്കാൻ പറ്റുന്നില്ല, TV കേൾക്കാൻ പറ്റുന്നില്ല, നമ്മൾ കേൾക്കുന്നതെല്ലാം കുട്ടികളുടെ ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എല്ലാ പ്രശ്നങ്ങളും ടീച്ചേഴ്സിന് ഒരിക്കലും ഒരു സ്വന്തം മക്കളായിട്ട് കാണാൻ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പൊ നേരത്തെ സംസ്ഥാനമായി നടന്നു ഇവിടെ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തിയതും അങ്ങനെയുള്ള സംസ്ഥാന ടീച്ചർ നടന്നതുമാണ്. ഒരിക്കലും ടീച്ചേഴ്സിന് സ്വന്തം മക്കളായിട്ട് ഒരു കുട്ടിയെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ ടീച്ചേഴ്സിന് വേണ്ടി കൊടുക്കുന്നതിന് പരിധിയുണ്ട് സ്നേഹത്തിന്. അതിനപ്പുറം നമുക്ക് വീട്ടിൽ നിന്ന് അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും ചിലപ്പോൾ ചില കുട്ടികൾ അപ്പൂപ്പനമ്മമാരെ സംരക്ഷണത്തിൽ വളർത്തുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അതായത് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ആരും സ്കൂളിലേക്ക് കിട്ടേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടില്ല ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം നമുക്ക് നമ്മുടെ മക്കളൊക്കെ കിട്ടുന്നത് നമ്മുടെ രക്ഷാകർത്താവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം ഒരു ഫസ്റ്റ് ലെവൽ തൊട്ടേ അത് സ്റ്റാർട്ട് ചെയ്ത് വരിക. പലരും ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂൾ ബസ് അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു. അമ്മയാണ് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. വീട്ടില് മറ്റു മുതിർന്നവര് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണം, ഉറപ്പായി മോനെ അത് ചീത്ത വാക്കാണ്, അത് പറയരുത് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കണം. അമ്മ പറയുന്നത് ആദ്യം അവൻ കേൾക്കുകയുള്ളൂ.